മൈക്ക് നിങ്ങളുടെ കയ്യിൽ വേണ്ടോ? നിങ്ങൾ അപ്പോഴേക്ക് രാഷ്ട്രീയത്തിൽ നടക്കുന്ന അവഹിതത്തിനെ കുറിച്ചല്ല പറയുന്നത്, നമുക്കിടയിൽ നടക്കുന്ന അവഹിതങ്ങളെ കുറിച്ചാണ്. MLA ആണെന്ന് വെച്ചിട്ട് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പ്രൊഫഷനോ അല്ലെങ്കിൽ ഏതൊരു ജാതി ആവണ്ടേ, അതുകൊണ്ട് അത് അവിടെ മാത്രമാണ് നടക്കുന്നത്. ആണോ ഇന്ന് ജനിച്ച കൊച്ചുങ്ങളെ പോലെ എന്റെ മുന്നിൽ ഇരിക്കരുത്. ഇങ്ങനെ ജീൻസ് ഷോട്ട് ഇട്ടിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇപ്പൊ കമ്മീഷൻ വന്നു, സിനിമ വീട് അമ്മ വീട് മാത്രം അങ്ങനെയുണ്ട് വിശ്വസിക്കാൻ. നിങ്ങൾ എവിടെന്നാ വരുന്നത്? ഉട്ടോപ്പിയ ആടാ ഒന്നിനും മാധ്യമപ്രവർത്തനല്ലേ? അപ്പൊ അങ്ങനെ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാൻ പാടുള്ളൂ ഇല്ലല്ലോ. ഒന്നും അറിയാത്തവരല്ലോ, എല്ലാം അറിഞ്ഞുകൊണ്ട് അറിയാത്തവരെ പോലെ പറയുന്നത് സംസാരിക്കുന്നത്. അപ്പൊ ഇതില് രാഷ്ട്രീയത്തിൽ നടക്കുന്ന അവയവത്തെ കുറിച്ചല്ല സിനിമ, നമുക്കിടയിൽ നടക്കുന്ന നമ്മളും ഇൻക്ലൂഡായിട്ടുള്ള സമൂഹത്തിൽ നടക്കുന്നതിനെ കുറിച്ചാണ്. അതിനെ കുറിച്ച് നമ്മളൊരു കഥയായിട്ട് പറയുന്നു എന്നുള്ളൂ, ഇതിവിടെ നടക്കുന്നു എന്നും പറയുന്നില്ല. എന്താ അങ്ങനെയാണെങ്കിൽ ലൈവില് ആരാണ് വില്ലൻ? ഞാനല്ലേ? ഞാൻ പത്രപ്രവർത്തകനല്ലേ? അതോ അവിടെ അങ്ങനെ അതിൽ നടക്കുന്ന കഥയാണത്? ഇതൊക്കെ നമ്മുടെ ഈ മണ്ണിലും ഭൂമിയിലും നടക്കണല്ലേ? അങ്ങനെയല്ല പറഞ്ഞത്, പൊളിറ്റിക്സിൽ നടക്കണമെന്നാണ് ചോദിച്ചത്. നമുക്കിടയിൽ നടക്കുന്നത് ആണെന്ന് മാത്രം, അതിൽ നടക്കുന്നോ അല്ലെങ്കിൽ അതിൽ മാത്രം നടക്കുന്ന പരിപാടിയൊന്നല്ല. അത് ആ സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിട്ട് ആക്കിയിട്ടുള്ളതല്ലേ? നല്ലതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷനെ അല്ലെങ്കിൽ ഒരു വ്യക്തികളെ അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് ചെയ്യുന്നത് നല്ലതൊന്നും ആ കഥയ്ക്ക് അത് അങ്ങനെയായി വരുമ്പോഴാണ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോഴാണ് അത് മുക്തി ഷോ കേട്ടിട്ടില്ലേ? ഡൽഹി രാഷ്ട്രീയത്തിലെ ഓപ്പൺ ഷോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കണ്ടിരുന്നു അവിടെ 2 തവണ ഒരു ഗ്രൂപ്പിനെ കണ്ടു. എങ്ങനെയുണ്ട് പടം? ഇഷ്ടപ്പെട്ടില്ല. വേറെ പാട്ട് കിട്ടില്ല അജീഷേ. ഓക്കെ, ദീപ്തിപാടി പാട്ടല്ലേ? അതാ ദീപ്തിപാടി പാട്ടാണ്. ഗോപിസുന്ദറാണോ മ്യൂസിക്? പാട്ടുകളും ഗോപിസുന്ദറാണോ? പാട്ടുകൾ ഗോപിസുന്ദരനാണ് മ്യൂസിക്, മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്